നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കളക്ടറുടെ പത്രാസ് വെച്ച് ഒരു പാവം പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്താനും ഓടിച്ചു വിടാനും ഒക്കെ ഇത്രയൊക്കെ പോരെ? അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. കാർത്തികയെ പറ്റിയിട്ടുള്ള സത്യം അറിയാൻ ശാലിനി അയാളുടെ രീതിയിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടാവും. ഇനി ചിലപ്പോ അയാൾ സത്യയെ പറ്റിയിട്ടുള്ള സത്യങ്ങൾ പറഞ്ഞേക്കും. ശാലിനി പേടിച്ചിനി കാർത്തികയുടെ നാവിൽ നിന്ന് എന്തെങ്കിലും വീട് പോയിട്ടുണ്ടാവോ? അവള് സത്യം പറഞ്ഞു പോയേനെ. പക്ഷേ അവസാന നിമിഷം ഇര കയ്യിന്ന് വഴുതി. വിവരങ്ങളെല്ലാം ശ്യാമ എന്നെ അറിയിക്കുന്നുണ്ടായിരുന്നു അച്ഛാ. എടാ, അറിയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെ ഇത്രയും പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുമ്പോഴേ നീ ഇവിടെ വേണ്ടുന്നതല്ലേ? അച്ഛാ, ഞാനിവിടെ ഉണ്ടായിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ആദ്യത്തെ പ്രധാന സംഭവം സത്യാമ്മ വിഷ്ണുബ്രോയും മധുശ്രീയുമായിട്ടുള്ള കല്യാണം നടത്താൻ ശ്രമിച്ചു എന്നുള്ളതാ. അത് ഈ വീട്ടിലുണ്ടായിരുന്ന അച്ഛൻ പോലും അറിഞ്ഞില്ല. പിന്നെ ഞാനിവിടെ ഉണ്ടായിരുന്നിട്ട് എന്താ വിശേഷം? വിഷ്ണുബ്രോ കാർത്തിക എന്നൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു എന്നുള്ളത് രണ്ടാമത്തെ സംഭവം. അതവര് രണ്ടുപേരും അല്ലാതെ വേറെ ആരും അറിഞ്ഞതുമില്ല. അപ്പോഴും ഞാൻ ഈ വീട്ടിലുണ്ടായിട്ട് എന്താ കാര്യം? വലിയ പൊട്ടിത്തെറികളെ തുടർന്നുണ്ടായ ചെറിയ പൊട്ടിത്തെറികളാ പിന്നീടുണ്ടായതൊക്കെ. അതിലെല്ലാം അവസാന തീർപ്പ് പറയുന്നത് സത്യമ തന്നെയാ. അച്ഛനോ ഞാനോ ഇവിടെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അപ്പോ നമ്മളൊക്കെ ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ലെന്നാണോ നീ പറയുന്നേ? ഹേയ്, അങ്ങനെയല്ല അച്ഛാ. ചില സംഭവങ്ങളെ അതിന്റെ വഴിക്കങ്ങ് വിട്ടേക്കണം. നമ്മൾ തിരുത്താൻ ശ്രമിച്ചാലും അതൊക്കെ അങ്ങനെ നടക്കൂ. നമ്മുടെ മാനസിക സംഘർഷം കൂട്ടുകയും ഊർജം നഷ്ടപ്പെടുന്നത് മാത്രം ഫലം. അച്ഛനും എനിക്കുമൊക്കെ മനസ്സിന് പിടിക്കാത്ത കാര്യങ്ങളാ ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ കൂടുതലും. അതിൽ നിന്ന് മനസ്സിനെ ഒന്ന് വഴിമാറ്റി വിടാനാ ഞാൻ ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇപ്പൊ തന്നെ ഞാൻ കുറച്ചു ദിവസം മാറി നിന്ന് കാര്യങ്ങളൊക്കെ നേരിട്ട് നോക്കി നടത്തിയതുകൊണ്ടാ നമ്മുടെ കോഴിക്കോട്ടെ ബ്രാഞ്ചിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയത്. ഒന്നാലോചിച്ചാ നീ പറയുന്നത് ശരിയാ. നീ എപ്പോ വന്നു? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ഞങ്ങൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുകയായിരുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുവെന്നു ഒരു അന്വേഷണം തീർന്നല്ലോ. ബാധ്യത. എടാ, അവിടെ ബ്രാഞ്ച് തുറക്കാൻ ശ്രമം ആരംഭിച്ചിട്ടേ കാലം കുറേയായി. ഇതിനിടയിൽ അവിടുത്തെ സൈറ്റിലെങ്കിലും നീ ഒന്ന് എത്തി നോക്കിയിട്ടുണ്ടോ? ഏയ് അച്ഛാ, തടയണ്ട. ഇവിടെ ഇപ്പൊ എല്ലാവർക്കും പരിഹസിക്കാനും കുറ്റപ്പെടുത്താനൊക്കെ ഉള്ള ഒരാൾ ഞാനാ. അച്ഛനെ പോലെ മുഖമടച്ച് കുറ്റപ്പെടുത്തുകയൊന്നുമില്ല ഞാൻ. സത്യമ്മ ചെയ്തതുപോലെ കണ്ണടച്ച് സ്വീകരിക്കുകയില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് തന്നെ ഒരു നീതി തോന്നണമെന്നുള്ളതാ പ്രധാനം. 2 വിവാഹം കഴിച്ച ആളാ ഞാനും. സാധാരണ നമ്മൾ പറയാറില്ലേ, ചെന്ന് കയറുന്ന വീടിനനുസരിച്ചായിരിക്കും പെണ്ണിന്റെ തലവരയെന്ന്. പക്ഷേ എന്റെ അനുഭവം മറിച്ചാ. ഒപ്പം ജീവിക്കുന്ന പെണ്ണിന്റെ സ്വഭാവം അനുസരിച്ചിരിക്കും ആണിന്റെ തലവര. സുസ്മിതയോടൊപ്പം ജീവിച്ചപ്പോ അടിനരകം കണ്ടു. ശ്യാമ ഒപ്പം വന്നതിന് ശേഷമാ ജീവിതത്തിൽ പ്രകാശം എന്താണെന്ന് ഞാൻ അറിഞ്ഞത്. പക്ഷേ ബ്രോയുടെ കാര്യത്തിൽ കാർത്തികയെ ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും ശാലിനിയെ ബ്രോ കൈവിട്ട് കളയാൻ പാടില്ലായിരുന്നു എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് ശ്യാമയുടെ ചേച്ചി ആയതുകൊണ്ടൊന്നും അല്ല കേട്ടോ. അല്ല, ആളെവിടെ? കാർത്തിക ശ്യാമയുടെ ഒപ്പം അമ്പലത്തിൽ പോയിരിക്കുക. ഇത്ര പെട്ടെന്ന് രണ്ടാള് കമ്പനിയായോ?
വാ മോളെ. എടി നീ ഇറങ്ങുന്നില്ലേ? വാ. വാ അകത്തേക്ക്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. സത്യമ്മേ, അകത്തോട്ട് വാടി. വാ മോളെ. അല്ല സത്യമ്മയോടെ അച്ഛാ? പെട്ടെന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഇനി എന്തെങ്കിലും മീറ്റിംഗ് മറ്റോ ആയിരിക്കും. മീറ്റിങ്ങിന് തന്നെയാ പോയത്. കഴിഞ്ഞു. നീ എത്തിയത് നന്നായി. നീ എത്തിയില്ലായിരുന്നെങ്കിൽ നിന്നെ വിളിച്ചു വരുത്താനിരിക്കായിരുന്നു ഞാൻ. അല്ല ഈ കുട്ടിയെ ഞാൻ എവിടെയോ... ഇതാണോ രോഹിത്? ഇങ്ങോട്ട് നീങ്ങി നിൽക്കടി. നീങ്ങി നിൽക്കാൻ. എന്താ? ദേ, ഞാൻ പോയ മീറ്റിംഗിന്റെ വിശേഷം അറിയണ്ടേ രാഘവേട്ടന്? ജില്ലാ കളക്ടറുമായിട്ടായിരുന്നു മീറ്റിംഗ്. ദേ, സംഘാടക ഇവളും. നീ എന്തായി പറയുന്നൊക്കെ? അമ്പലത്തിലേക്കല്ലേ ഇവര് പോയത്? അമ്പലത്തിലേക്കല്ല രാഘവേട്ട പോയത്. സ്നേഹം നടിച്ച് ശ്യാമ ഇവളെ കൂട്ടിക്കൊണ്ടു പോയത് അവളുടെ കളക്ടർ ചേച്ചിയുടെ അടുത്തേക്കാ. എന്തിനാണെന്നറിയോ? കാർത്തികയെ ഭീഷണിപ്പെടുത്താൻ. വിഷ്ണുവുമായിട്ടുള്ള കല്യാണം ഒഴിയണമെന്ന്. ഇല്ലാന്നുണ്ടെങ്കിലേ കളക്ടർ അമ്മ ഇവളെ പിടിച്ച് ജയിലിലടയ്ക്കൂന്ന്. അവള് വിചാരിച്ച നല്ല ഇടിയും പോലീസുകാർ അവിടെ ഉണ്ടാവുന്നു. കളക്ടറുടെ പത്രാസ് വെച്ച് ഒരു പാവം പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്താനും ഓടിച്ചു വിടാനും ഒക്കെ ഇത്രയൊക്കെ പോരെ? അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. കാർത്തികയെ പറ്റിയിട്ടുള്ള സത്യം അറിയാൻ ശാലിനി അയാളുടെ രീതിയിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടാവും. ഇനി ചിലപ്പോ അയാൾ സത്യയെ പറ്റിയിട്ടുള്ള സത്യങ്ങൾ പറഞ്ഞേക്കും. ശാലിനി പേടിച്ചിനി കാർത്തികയുടെ നാവിൽ എന്തെങ്കിലും വീണ് പോയിട്ടുണ്ടാവോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.